നമസ്കാരം. പട്ടിയുടെ ഏത് സ്വഭാവം കണ്ടാണ് ആ പേരിൽ ചില മനുഷ്യരെ വിളിക്കുന്നതെന്ന് എന്നറിയാവോ? അതറിയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരാളെ ചെന്നായെന്ന് വിളിച്ചാൽ അയാൾ ചെന്നായെപ്പോലെ ദുഷ്ടനാണെന്നും കണ്ണിച്ചോരയില്ലാത്തവനാണെന്നും ഒക്കെ അർത്ഥമുണ്ട്. ഒരാളെ പതിയിരുന്ന് ആക്രമിക്കുന്നവരെ നമ്മുടെ ഇവിടെ പത്രഭാഷയിൽ പോലും ഗൊറില്ലകൾ എന്നാണ് വിളിക്കുന്നത്. നല്ല ശൗര്യം കാണിക്കുന്നവരെ നല്ല ശൗര്യത്തിൽ ആക്രമിക്കുന്നവരെയോ സിംഹം എന്നാണ് വിളിക്കുന്നതും ചിലർ സ്വയം അങ്ങനെ അറിയപ്പെടുന്നു. വിജയസിംഹൻ എന്നൊക്കെ പണ്ടൊക്കെ പേരിടുമായിരുന്നു. അതൊരു അഭിമാനമായിരുന്നു. അതുപോലെ അമിതമായി സംസാരിക്കുകയോ പാടുകയോ കർണകഠോരമായി പെരുമാറുന്നവരെ നമ്മൾ ചീവീട് എന്ന് വിളിക്കും. എന്തു ചെയ്തിട്ടും വിമർശനങ്ങൾ കേട്ടാൽ ഗൗനിക്കാത്തവരെ നമ്മൾ കാണ്ടാമൃഗമെന്ന് വിളിക്കും. ഭയങ്കര തൊലിക്കട്ടിയാന്ന് പറയും. ഇങ്ങനെ പല ജീവികളുടെയും സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യനെ അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ പട്ടിയുടെ പേര് എന്തുകൊണ്ട് മനുഷ്യനെ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, പട്ടിയുടെ സ്വഭാവത്തെപ്പറ്റി നമുക്കറിയാം. വലിയ യജമാന സ്നേഹമുള്ളവനാണ്, കാവൽ ബെറ്ററാണ്. മനുഷ്യൻ്റെ ഭാഷകളും പെരുമാറ്റവും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ജീവി ഒരുപക്ഷെ പട്ടിയായിരിക്കാം. പട്ടിയെ വലിയ യജമാന സ്നേഹവും ഉള്ളവരായിട്ടാണ് പലരും കാണുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു വിശ്വസ്തനായ കാവൽക്കാരനായിട്ടാണ് പട്ടിയെ പലരും കരുതുന്നത്. പല വളർത്തു പട്ടികളുടെയും സ്നേഹം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും മറ്റൊരാളെ ദേഷ്യം വരുമ്പോൾ നമ്മൾ പട്ടിയുടെ പേരിലാണ് വിളിക്കുന്നത്. അതേത് ഗുണം കണ്ടിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പട്ടിയെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. പലരും പറയാറുണ്ട്, കാര്യമൊന്നുമില്ലെങ്കിലും ഓടിക്കൊണ്ടിരിക്കുക, കാല് വന്ന പട്ടിയുടെ കൂട്ട് എന്ന് ചിലരെ നടപ്പുകാരെ പറ്റി പറയാറുണ്ട്. എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, പട്ടികൾ വലിയ ആസക്തരാണ്. അതായത് ഇണചേരലിൽ വലിയ ആസക്തരാണ്. മറ്റൊരു ജീവിയെക്കാളിലും ആസക്തി കൂടിയ ജീവിയാണ്. അതുകൊണ്ട് തന്നെ മിക്ക പട്ടികൾക്കും വേണ്ടത്ര ഗ്ലാമർ കിട്ടാറില്ല. അത് ഈ ആസക്തി കൂടിക്കൂടി അത് എപ്പോഴും അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ നോക്കിയാൽ പട്ടിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ പട്ടി എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ കാരണം തന്നെ പലർക്കും അറിഞ്ഞുകൂടാ. അതിതാണ്. അതിൻ്റെ ആസക്തി ശമിപ്പിക്കാൻ വേണ്ടി മറ്റൊരു പട്ടിയെ നോക്കി നടക്കുകയാണ്. എപ്പോഴും അതാണ് പരിപാടി. വല്ലതും തിന്നുക, കുടിക്കുക, കിടന്നുറങ്ങുക, അത് കഴിയുമ്പം എണീറ്റ് ഇതുപോലെ ഓടുക. ഇതാണ് പട്ടിയുടെ സ്വഭാവം. മറ്റൊന്നിനെ പറ്റിയും പട്ടിക്ക് അധികം ചിന്തയില്ല. പിന്നെ കാവലൊക്കെ ഏൽപ്പിച്ചാൽ അത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കിടന്ന് കുരയ്ക്കും. അതതിന് ചിലവില്ലാത്തൊരു കാര്യമാണ്. അതങ്ങനെ കുരയ്ക്കുക എന്നുള്ള പട്ടിയുടെ ഒരു സ്വാഭാവികമായ പ്രവർത്തനമാണ്. അതിങ്ങനെ എന്തെങ്കിലും ഒരു അവസരം നോക്കിയിരിക്കുകയാണ് കുരയ്ക്കാൻ. അപ്പോൾ അത് ആളുകളെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പൊതുശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ കുരയ്ക്കുക എന്നുള്ള അതിന് വലിയ മുടക്കില്ലാത്ത ഒരു കാര്യമാണ്. ഛേദമില്ലാത്ത ഒരു ഉപകാരമാണ് നമുക്ക് ചെയ്യുന്നത്. അല്ലാതെ അത് നമുക്ക് വേണ്ടി അങ്ങ് അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയൊന്നുമല്ല. അത് പട്ടി എവിടെയെങ്കിലും കിടക്കുമ്പോൾ സമയത്ത് അതിന് ശല്യക്കാരൻ തോന്നുന്നവരെ കാണുമ്പോൾ പട്ടി കുരയ്ക്കും. അങ്ങനെ കുരയ്ക്കാനുള്ളൊരു പ്രവണതയും പട്ടിക്കുണ്ട്. അതങ്ങ് പട്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനെ അങ്ങ് നമ്മളും ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് പട്ടി നമുക്ക് വിശ്വസ്തരായിട്ടിരിക്കുന്നത്. കാവലൊക്കെ ഏൽപ്പിച്ചാൽ പട്ടി കുരയ്ക്കും. അങ്ങനെ അത് നമുക്ക് വിശ്വസ്തരാണ്, നമ്മളോടും വലിയ സ്നേഹത്തിലാണ്. കാരണം അതിനേക്കാൾ വലിയ ശക്തിയുള്ള ജീവികളിൽ നിന്ന് അതിനെ നമ്മൾ സംരക്ഷിക്കുന്നതുകൊണ്ട് അതിന് നമ്മളോട് വലിയ സ്നേഹമുണ്ട്. എന്നാൽ അതിനെക്കാട്ടിലും വലിയെന്ന് പറഞ്ഞാൽ കടുവ, പുലി, ആന, ചെന്നായ ഒക്കെ മനുഷ്യനിരിക്കുന്നിടത്ത് വരികയില്ല. അപ്പോൾ അതിൽ നിന്ന് അതിന് സംരക്ഷണം കിട്ടുന്നതുകൊണ്ട് അത് മനുഷ്യനോട് വലിയ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും പട്ടിക്ക് ഇണചേരലിൽ വലിയ ആസക്തിയുള്ള ജീവിയാണ്. മറ്റൊരു ജീവിയും അത്രയും ഇല്ല. അതുകൊണ്ട് ആ സ്വഭാവത്തെ വെച്ചാണ് ചില മനുഷ്യരെ പട്ടി എന്ന് വിളിക്കുന്നത്.
അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണോ എന്ന് ആത്മപരിശോധന ചെയ്യാനും അങ്ങനെ അല്ലാതായി തീരാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ആസക്തി പൂണ്ട് നടക്കരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാനും സോഷ്യലായിട്ടൊക്കെ ആളുകളോട് സംസാരിക്കാനുമൊക്കെ സമയം കണ്ടെത്തണം. ആളുകളോട് ദയയായിട്ടൊക്കെ പെരുമാറണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നമ്മളിൽ നിന്ന് ആ സ്വഭാവം മാറിക്കിട്ടും, അല്ലെങ്കിൽ സ്വഭാവം കുറഞ്ഞു കിട്ടും. ഒരിക്കലും ആസക്തി കുറഞ്ഞ ഒരു മനുഷ്യനെ കിട്ടത്തില്ല, ഒരു ജീവിയും കിട്ടത്തില്ല. എങ്കിലും അമിത ആസക്തി കൊണ്ടാണ്, പട്ടിയുടെ അമിത ആസക്തി കൊണ്ടാണ് ആ പേരിൽ നമ്മളെ വിളിക്കുന്നത്, പരസ്പരം ദേഷ്യം വരുന്നത്. അത് ഇപ്പോഴെങ്ങും അത് അറിഞ്ഞിട്ട് തുടങ്ങിയതല്ല, പണ്ട് പഴങ്ങോ മനുഷ്യൻ കണ്ടുപിടിച്ചു ഈ പട്ടിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അന്ന് മുതൽ വിളിച്ച് തുടങ്ങിയാണ് ആ പേര്. അപ്പോൾ അത് ഇന്നും നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കാതെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അങ്ങ് വിളിക്കുകയാണ്. അതിന് ചെയ്യേണ്ടത് നമ്മളത് പരിശീലിക്കണം. അങ്ങനെ അല്ലാതായി തീരാൻ നമ്മൾ പരിശീലിക്കണം. അങ്ങനെയുള്ളവരുണ്ട്, പലരും അങ്ങനെയാണ്. ഞാനും അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ. അത് പിന്നെ ഇതൊക്കെ അറിഞ്ഞതിൽ പിന്നാണ് ഞാനത് നാണക്കേട് വിചാരിച്ച് അല്ല വേണ്ട, ഇത് ശരിയല്ലെന്ന് തോന്നിയത് ഇതൊക്കെ അറിഞ്ഞ പിന്നാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും അത് അറിഞ്ഞ് പരിശീലിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്.